ജനറൽ സെക്രട്ടറിമാരുടെ പുതിയ പേര് പ്രഖ്യാപിക്കുന്നതോടെ ചിലപ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന ഈ അതൃപ്തി പുറത്തേക്ക് വരാം. അതിന് സാധ്യതയില്ലേ? അല്ലല്ല, അത് വരും. അപ്പൊ അതല്ലെങ്കിലും വരും. ഒരിക്കലും ഒരാൾക്കും രാജീവ് ചന്ദ്രശേഖരനല്ല, നേരെ ഇന്ദ്രൻ തന്നെ, ദേവേന്ദ്രൻ തന്നെ BJP പ്രസിഡന്റ് ആയിരുന്നാലും അവിടെ ആ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള പടലപിണക്കങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. ഞാൻ 80കൾ മുതൽ BJP റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അന്ന് KG മാരാർ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് മറുഭാഗത്ത് രാമൻപിള്ളയെ പോലെ ആളുകളുണ്ട്. പിന്നെ ശ്രീധരൻപിള്ള വന്നു. ശ്രീധരൻപിള്ള പോയിട്ട് എൻ്റെ വീട്ടിന് മുമ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് നോട്ടീസ് എഴുതി ഒട്ടിച്ച ആൾ BJP-കാർ തന്നെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ആ പാർട്ടിക്കകത്ത് കഴിഞ്ഞ 10, 30, 40 വർഷം നിരന്തരമായിട്ട് കാണുന്നതാണ് ഈ ഗ്രൂപ്പിസവും നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഏർപ്പാടുകളും സംഘർഷങ്ങളും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ സമയത്തും 87-ൽ 5%, 6% വോട്ടുണ്ടായിരുന്ന പാർട്ടി ഏതാണ്ട് അതിന് 3 ഇരട്ടിയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് പിന്നെ നേമത്ത് രാജഗോപാലിനെ വിജയിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ലോകസഭയിലേക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് കഴിഞ്ഞ 10-30 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വരവിനെ കാണേണ്ടത്. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരന് മുമ്പിൽ ഒരുപാട് വെല്ലുവിളിയുണ്ട്. പക്ഷേ അദ്ദേഹം പുറത്തുനിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെയുള്ള ഈ ആഭ്യന്തരമായ സംഘർഷങ്ങളുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ കൂടി മറ്റുള്ള ആളുകളിൽ നിന്ന് കുറേ കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ഒരു പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ തന്നെ തുറന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, തുറന്ന ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ റീബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന് പരിചയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം ഒരു 10-30 വർഷം, 25 വർഷമെങ്കിലുമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള ആളാണ്. സംഘടനാപരമായി സംഘടനാ പ്രവർത്തനത്തിൽ അടിത്തറയിൽ പ്രവർത്തിച്ചില്ല എന്നത് ശരിയാണെങ്കിൽ പോലും ഒരു സംഘടനയുടെ, ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട വേദികളിൽ നിരന്തരമായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പുതിയ നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വേറൊന്നുകൂടി ഉള്ളത് വളരെ സ്ട്രോങ്ലി ഐഡിയോളജിക്കൽ പൊസിഷന് പകരം കുറേ കൂടി ഒരു ട്രാൻസാക്ഷണൽ സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള വളരെ വർഗ്ഗപരമായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങൾ, സാമൂഹികമായിട്ട് സംഘർഷങ്ങൾ, അതിൽ നിന്ന് മാറിയിട്ട് ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ത് കിട്ടും എന്ന് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലെ നിലപാടുകൾ എടുക്കുക. ആ നിലപാടുകളിലേക്ക് കേരളത്തിലെ സൊസൈറ്റിയും മാറുന്നുണ്ട്. അതൊരു ട്രാൻസാക്ഷണൽ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയാം. ഒരു പൊളിറ്റിക്സിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയാൽ ആ ഒരു ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സിൻ്റെ കാലത്ത് ആ ട്രാൻസാക്ഷണൽ പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ രീതിശാസ്ത്രം കേരള രാഷ്ട്രീയത്തിൽ BJP-യിൽ അപ്ലൈ ചെയ്യാനും അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനും കൂടുതലാണ് അല്ലേ ശ്രീ NP ചെക്കുട്ടി? അല്ല, അതിപ്പോൾ ഞാൻ ചോദിയുടെ സമ്പന്നരെന്ന്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കട്ടൻ ചായയും പരിപ്പോടയും കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഈ കട്ടൻ ചായയും പരിപ്പോടയുള്ള ആളുകൾ ഇപ്പം വലിയ റിസോർട്ടുകൾ സ്ഥാപിച്ച് ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കാലം മാറുകയാണ്. അപ്പം നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ കഴിയില്ല. ഗ്ലോബലൈസേഷൻ്റെ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ ആളുകൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് ആണ്. ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് എൻ്റയർ സൊസൈറ്റിയെ ബാധിച്ചിട്ടുണ്ട്, എല്ലാ കൂട്ടരെയും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കഴിയും എന്ന ഒരു സ്ഥിതി കൂടി BJP-യിലും ഉണ്ട്, CPM-ലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.